നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കലണ്ടറിലും മറ്റും വിശ്വകർമ്മ ജയന്തി എന്ന് കാണുമ്പോൾ പലരും കരുതുക ഇത് വിശ്വകർമാവ് ജനിച്ച ദിവസമെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ദിനം, അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ വരുന്ന ഭാദ്രപദ മാസത്തിലെ 4-ാം ദിവസമായ ഋഷി പഞ്ചമി, ദേവന്മാരും ഋഷിമാരും വിശ്വബ്രഹ്മദേവനെ സ്തുതിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ വിശ്വകർമാവിന് ജനനദിവസം ഇല്ലേ എന്ന ചോദ്യം വരാം. ജനനദിവസം തീർച്ചയായും ഉണ്ട്. പക്ഷേ സ്വയംഭൂവായ വിരാട് പുരുഷൻ വിശ്വകർമാവിൻ്റെ ജനനദിവസവും നാളും നാഴികയും ആർക്കാണ് ഗ്രഹിക്കാൻ കഴിയുക? ഒരു കുട്ടി ജനിച്ചാൽ അതിൻ്റെ ജനന സമയം സ്വന്തം അമ്മയ്ക്കല്ലേ പറയാൻ കഴിയൂ? അമ്മയില്ലാതെ സ്വയംഭൂവായ പരമപുരുഷന് അങ്ങനെ പിറന്നാളില്ലാതായി. കോടാനുകോടി വർഷം ശബ്ദമായി, പിന്നെ കോടാനുകോടി വർഷം പരമാണുവായി, പിന്നെ ഹിരണ്യഗർഭനായി, കോടാനുകോടി വർഷങ്ങൾ പിന്നെ ഹിരണ്യഗർഭനിൽ നിന്നും പരമപുരുഷനിലേക്ക്. ഇതിലേതെങ്കിലും ഒരു ദിനം അദ്ദേഹത്തിൻ്റെ ജനനമാവാം. അത് എന്നാണ് എന്ന് കണ്ടെത്തുക അസാധ്യമാണ്. ഭാദ്രപദ മാസത്തിലെ ശുക്ലപക്ഷ പഞ്ചമിയാണ് ഋഷി പഞ്ചമി എന്നറിയപ്പെടുന്നത്. കർമ്മങ്ങളിൽ വന്നുപോയ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം അനുഷ്ഠിക്കുന്ന ദിവസമാണിത്. പഞ്ചഋഷികൾക്ക് ഭഗവാൻ തൻ്റെ വിശ്വരൂപം ദർശനം നൽകി അനുഗ്രഹിച്ചെന്ന സ്മരണ പുതുക്കിയാണ് ഋഷി പഞ്ചമി ആഘോഷിക്കുന്നത്. ഭാദ്രപദ മാസത്തിലെ 4-ാം ദിവസം, അതായത് ചതുർത്ഥി നാൾ വിനായക ചതുർത്ഥിയും പിറ്റേന്ന് ഋഷി പഞ്ചമിയുമാണ്. വിശ്വകർമ്മ സങ്കല്പം കേവലം മതപരമായ ദേവതാ സങ്കല്പമല്ല. ത്രിലോകത്തിലും കർമ്മശക്തിയുടെ പ്രണയിതാവായ ഋഷിയാണ് വിശ്വകർമാവ്. ഒരു പ്രദേശത്തേക്കോ ഒരു കാലത്തേക്കോ മാത്രമല്ല, സൃഷ്ടി കാലം മുഴുവൻ എല്ലാ തൊഴിലധിഷ്ഠിത പ്രവർത്തനങ്ങളും വിശ്വകർമാവിൻ്റെ കീഴിൽ നടക്കുന്നുവെന്നാണ് നമ്മുടെ വിശ്വാസം. അതിപ്രാചീന കാലം മുതൽ തന്നെ ഭാരതത്തിൽ വിശ്വകർമാവിനെ എല്ലാവിധ തൊഴിലിൻ്റെയും ആചാര്യനായി കണക്കാക്കി ആദരിച്ചു വരുന്നു. ഭാദ്രപദ മാസത്തിലെ വെളുത്തപക്ഷ പഞ്ചമി നാളിൽ ലോകസൃഷ്ടാവായ വിശ്വകർമ്മദേവൻ സുപുത്രന്മാരായ മനു, മയ, ത്വഷ്ട, ശില്പി, വിശ്വജ്ഞ എന്നീ പഞ്ചഋഷികൾക്ക് തൻ്റെ വിശ്വരൂപ ദർശനം നൽകി അനുഗ്രഹിച്ചതിൻ്റെ സ്മരണ പുതുക്കിയാണ് ഋഷി പഞ്ചമി കൊണ്ടാടുന്നതെന്ന് വിശ്വസിക്കുന്നു. ഋഷി പഞ്ചമി വിശ്വകർമ്മ ജയന്തി ആയിട്ടാണ് നാം ആഘോഷിക്കുന്നത്. ആദി വിശ്വകർമാവ് സ്വയംഭൂജാതനായെന്നാണ് വിശ്വാസം. ആകാശം, വായു, ഭൂമി, വെള്ളം, തേജസ്, ചിത്തം, ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എന്നിവയൊന്നുമില്ലാത്ത പ്രപഞ്ചത്തിൻ്റെ ആദ്യകാലത്ത് സ്വയംഭൂവായ വിശ്വകർമാവ് അവതരിച്ചുവെന്ന് വേദങ്ങൾ പറയുന്നു. 5 ശക്തികളുടെ ഏകഭാവത്തിൽ നിന്നും തൻ്റെ അംശാവതാരമായ പരാശക്തിയുടെ വൈഭവത്താൽ വിശ്വകർമ്മത്തിനായി 5 മൂർത്തിഭാവത്തോടു കൂടിയ 5 മുഖങ്ങളായി ഭവിച്ചുവെന്നും 5 ശക്തികളായ മനു, മയ, ത്വഷ്ട, ശില്പി, വിശ്വജ്ഞ എന്നീ ദേവഗണങ്ങളാണ് ലോകത്തെ നിലനിർത്തുന്നതുമെന്നാണ് പുരാണങ്ങൾ പറയുന്നത്. ലോകത്തിലെ ആദ്യത്തെ എഞ്ചിനീയറും വാസ്തുശില്പിയുമാണ് ഭഗവാൻ വിശ്വകർമാവ് എന്ന് പറയപ്പെടുന്നു. ഇന്ദ്രപുരി, ദ്വാരക, ഹസ്തിനപുരി, സ്വർഗലോകം, ലങ്ക, ജഗന്നാഥപുരി, ശിവശങ്കരൻ്റെ തൃശൂൽ, വിഷ്ണു ഭഗവാന്റെ സുദർശന ചക്രം എന്നിവ നിർമ്മിച്ചത് അദ്ദേഹമാണെന്നാണ് വിശ്വാസം. വാസ്തുദേവന്റെ മകനാണ് വിശ്വകർമാവ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഐതിഹ്യമനുസരിച്ച് ഈ പ്രപഞ്ചം മുഴുവൻ വിശ്വകർമാവിൻ്റെ കൈകളാൽ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് പറയപ്പെടുന്നു. ഋഗ്വേദത്തിലെ 10-ാം അധ്യായത്തിലെ 121-ാം സൂക്തത്തിൽ ഭൂമിയും ആകാശവും ജലവും വിശ്വകർമാവ് സൃഷ്ടിച്ചതാണെന്ന് എഴുതിയിരിക്കുന്നു. വിശ്വകർമ്മ പുരാണം അനുസരിച്ച് ആദിനാരായണൻ ആദ്യം ബ്രഹ്മാവിനെയും പിന്നീട് വിശ്വകർമാവിനെയും സൃഷ്ടിച്ചു എന്ന് പ്രതിപാദിക്കുന്നു. എല്ലാ പുരാണ നിർമ്മിതികളും വിശ്വകർമ്മ ഭഗവാൻ നിർമ്മിച്ചതാണെന്ന് പറയപ്പെടുന്നു. പുരാണ കാലഘട്ടത്തിലെ ആയുധങ്ങൾ നിർമ്മിച്ചതും ഭഗവാൻ വിശ്വകർമാവാണ്. ദേവശില്പിയായ വിശ്വകർമാവാണ് ആഭരണങ്ങളും അനേകം കൈത്തൊഴിലുകളും കണ്ടുപിടിച്ചത്. ദേവന്മാർക്ക് വിമാനങ്ങൾ നിർമ്മിച്ചു നൽകിയത് വിശ്വകർമാവാണെന്ന് വിഷ്ണു പുരാണം 1-ാം അംശം 15-ാം അധ്യായത്തിൽ പറയുന്നു. ശ്രീരാമചന്ദ്രനെ സഹായിക്കാൻ നളൻ എന്ന വാനരനെ സൃഷ്ടിച്ചതും വിശ്വകർമാവാണെന്ന് വാൽമീകി രാമായണം ബാലകാണ്ഡം 18-ാം സർഗത്തിൽ പറയുന്നു. രാമായണത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മോക്ഷമന്ത്രങ്ങളെല്ലാം വേദപൊരുളായ വിശ്വകർമാവിൻ്റെ പരബ്രഹ്മ വർണ്ണനകളാണ്.